അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇല്ലിക്കക്കല്ലിന്റെ പുറയിലുള്ള ചോനമലയിലേക്കാട്ടോ. ലോകത്തിലെ ഏക നരകപാലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കക്കല്ലിലാട്ടോ. അപ്പം നമുക്ക് ഈ നരകപാലത്തെ അടുത്തൊന്ന് പോയി കണ്ടാലോ? അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. എന്നാലാണ് ഇതിൻ്റെ ശരിക്കും അങ്ങോട്ടുള്ള യാത്രയിലെ ആ ഭീകരാവസ്ഥയും ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ റോഡും ഈ ഇല്ലിക്കക്കല്ലിൻ്റെ പുറകുവശത്തുള്ള ചോനമലയിലേക്കുള്ള വഴി തന്നെയാട്ടോ. അപ്പോൾ ആ കാഴ്ചകളും എല്ലാം നമുക്കൊന്ന് കാണാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ പുറയിലുള്ള ചോനമലയിലേക്കാട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടുതൽ ബാബുച്ചേനുണ്ട്, മണിക്കുട്ടനുണ്ട്. അപ്പോൾ ഈ കുന്ന് കയറി അതിൻ്റെ ഏറ്റവും മുകളിൽ ചെല്ലണം കേട്ടോ, അതായത് ഇല്ലിക്കക്കല്ലിൻ്റെ പുറകു ഭാഗം. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്രകൾ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നുള്ള ആ നല്ല നല്ല കാഴ്ചകളും അങ്ങോട്ടുള്ള നടപ്പും നല്ല അടിപൊളി ഒരു ട്രെക്കിംഗ് ആട്ടോ. നല്ല കുന്ന് കയറി പോകണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നമ്മുടെ ചോനമലയ്ക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന കേട്ടോ, ഇത് കണ്ടോ, ആ കാണുന്ന വഴിയാണ് ചോനമലയ്ക്ക് പോകുന്നത്. അതായത് ഇതാട്ടോ നമ്മുടെ ഈരാറ്റുപേട്ട തീക്കോയി ഇന്ന് തലനാട് വരുന്ന വഴിയാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴി ഇത് മൂന്നിലവ്, കളത്തിക്കടവ് നിന്ന് മൂന്നിലവ് വന്നിട്ട് തലനാട് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നാട്ടോ ശരിക്കും നമുക്ക് ചോനമലയ്ക്ക് തിരിയേണ്ടത്. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ എന്നാൽ നമുക്ക് ആ ചോനമല എത്തിച്ചേരാട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. കേരളത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് വൈറലായേക്കുന്ന ഒരു സ്ഥലമാട്ടോ നമ്മുടെ ഇല്ലിക്കക്കല്ലിൻ്റെ പുറകുവശത്തുള്ള ചോനമലയും. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ റോഡും ഏതാണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ഈ ചോനമലയിലേക്കുള്ള റോഡാണ്. പ്രകൃതി ഭംഗി നിറഞ്ഞു തുളുമ്പുന്ന ആ മനോഹരമായ ആ പച്ചപ്പുകൾക്കിടയിലൂടെ വളഞ്ഞു വളഞ്ഞ് കയറി വരുന്ന ആ വഴികൾ കാണാൻ ഇഷ്ടം പോലെ സഞ്ചാരികളാട്ടോ ഇവിടെ വന്നു പോകുന്നത്. എത്ര സുന്ദരമായ ഒരു സ്ഥലമല്ലേ നമ്മുടെ ഈ ഇവിടുത്തെ ഈ ചോനമലയിലേക്കുള്ള വഴിയും അവിടെ നിന്നുള്ള ആ കാഴ്ചകളും എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. രാവിലെ തന്നെ ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുള്ള അഭിഷേകം കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നേക്കുന്നത്. അതുപോലെ നല്ല കാറ്റുമാണേ. എൻ്റെ മുകളിലേക്ക് പോയാൽ ഇതിനേക്കാളും കാറ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കേട്ടോ നമ്മുടെ നടപ്പ് തുടങ്ങുന്നേ. നല്ല ഭയങ്കര ഒരു കുന്നാട്ടോ. ഈ കല്ലും മണ്ണും എല്ലാം ഉള്ള ഒരു കുന്നാണ്. ഇവിടെ അള്ളിപ്പിടിച്ച് വേണം, ചില സ്ഥലത്തേക്ക് അള്ളിപ്പിടിച്ച് വേണം കയറിപ്പോയത്. കണ്ട ഈ മൊത്തം 2 സൈഡും മൊത്തം പുല്ല. ആ പുല്ലിൻ്റെ ഇടയ്ക്കേക്കൂടെ വേണം കയറി മുകളിലേക്ക് ചെല്ലുക. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇവിടുത്തെ വഴിയൊക്കെ ഇങ്ങനെയാട്ടോ. ഇതുപോലെ കല്ലുകളും ഉരുളൻകല്ലും പാറയെല്ലാം ഉണ്ടേ. ഒക്കെ അള്ളി പിടിച്ച് വേണം കയറിപ്പോവാൻ. അതുപോലെ നമ്മുടെ ചന്ദ്രമാമൻ നിൽക്കുന്നു. അവനങ്ങ് താന്നു പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഞങ്ങളിവിടെ കയറി. അല്ലെങ്കിൽ വലിയ വെയിലൊക്കെ വന്നാൽ മുകളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. ഞാൻ അവിടുന്ന് കുറച്ച് കയറിയപ്പോൾ തന്നെ മടുത്തിട്ടോ. ഇത് കുത്തനെ കയറ്റം കേട്ടോ. ഞങ്ങൾ കയറ്റം കയറി ശരിക്കും മടുക്കും. ഇപ്പുറത്തൊരു വഴിയുണ്ട്, അതിക്കടെ ഞങ്ങൾ പോയി. ഇതിക്കടെ എല്ലാം ഇഷ്ടംപോലെ വഴിയുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോവാൻ. അയ്യോ, നല്ല അടിപൊളി കേട്ടോ. സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ. പുറകെ മാനത്തിൻ്റെ കളറുണ്ടോ, സൂര്യനെ കുതിച്ച് വരുന്ന ആ കാഴ്ചകളൊക്കെയാണേ. മടുത്തട്ടോ. എപ്പോഴും മടുത്തു എന്ന് പറയാൻ നേരത്തെ എല്ലാവരും ഓർക്കും ഇതിൻ്റെ ഇത് സ്ഥിരം നമ്പറാണ്. അയ്യോ, ശരിക്കും മടുത്തു. ഇനിയുണ്ട് 1 കിലോമീറ്ററോളം കയറാൻ. 1 കിലോമീറ്റർ ഉണ്ടോ വാചാല? എൻ്റെ പോലെ ഒരു ഇച്ചിരി മുടിച്ചേട്ടെ. ആ വഴിയുണ്ട്, കഷ്ടപ്പാടാ. ഇതാട്ടോ ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് വഴി. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒത്തിരി ആൾക്കാർ കയറിപ്പോയി മുകളിൽ നിന്ന് ഒച്ചയെടുക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാട്ടോ.
ആ താഴെ കുറേ വണ്ടിയൊക്കെ കിടക്കുന്നതുകൊണ്ട് അതെല്ലാം മേളിൽ കയറി പോയതാണെന്ന് തോന്നുന്നു. അതേ കയറി പോന്നു. ആ ഇവിടുന്ന് ആരും പറ്റാനില്ല. അതാ കണ്ടുകെട്ടിയിരുന്ന് തൊണ്ടയൊന്നും നനച്ച് ഒറ്റ പോക്ക്. പിന്നെ കുഴപ്പമില്ല. അവിടെ വെള്ളം അതിന്റെ ഇത് ഈ കളിയത് അവിടെ. അപ്പോൾ കൂട്ടുകാരല്ലേ, ഒറ്റയടിക്ക് മേലേക്ക് കയറി പോക്കൊന്നും നടക്കില്ല കേട്ടോ. ഇരുന്നിരുന്നേ പോക്ക് നടക്കുള്ളൂ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇവിടെ കുറച്ച് പാറ കണ്ടപ്പോൾ അവിടെ ഇരുന്നു. അതെ, കൂട്ടുകാരൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ കയറി വരുന്നുണ്ട് രാവിലെ ഇതിൻ്റെ മുകളിൽ കാണാനായിട്ട്. ഏതായാലും ഇവിടെ നോക്കി ആകാശമൊക്കെ തെളിഞ്ഞു വരുന്ന നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെ കേട്ടോ. കണ്ടോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വലിച്ചൊക്കെ കയറ്റേണ്ടി വരും കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിൽ. കുത്തനെ കയറ്റോട്ടോ. അതെ, ഇത് ഈ പാറയാ. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഇതികൂടെ വേണം കയറി. മൂള് കാണുന്നുണ്ടോ? ആ വലിയ പാറയുടെ അപ്പുറത്ത് വേണം കേട്ടോ ചെല്ലാൻ. മണിക്കൂട്ടനും ബാബുച്ചേട്ടനും കയറി വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് ശരിക്കും ഒരു കഷ്ടപ്പാട് തന്നെയാണ്. എല്ലാം ആര് വന്നാലും ഈ കയറ്റം ഇവിടെ ഒന്ന് കയറാൻ നേരത്ത് ഇച്ചിരി ഉഷ്ണിക്കും. എങ്ങനെയുണ്ട് രാവിലെ? വയ്യ, മടുത്തു. എവിടുന്നാ വരുന്നേ? എറണാകുളം. അയ്യോ, അപ്പൊ രാവിലെ പോന്നല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഈ ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടുമെന്ന് പറഞ്ഞാൽ ചായപ്പൊടിയുടെ പരസ്യമൊക്കെ അതുപോലെ കേട്ടോ. നമ്മുടെ ഇങ്ങോട്ട് ഉയരം കൂടുന്തോറും നമ്മുടെ കാഴ്ചക്ക് ഭംഗി കൂടിക്കൊണ്ടിരിക്കുക. അപ്പം മുകളിൽ ചെല്ലാൻ നേരത്തെ എന്തായിരിക്കും അല്ലേ? കാനായതാണ് കുഴപ്പമില്ല. ഓ, ഇവിടെ കയറില്ല, ഇച്ചിരി കഷ്ടപ്പാടാട്ടോ. അയ്യോ, കഷ്ടപ്പാടുകൾ വേണം. ക്യാമറ നോക്കി ചവിട്ടിയാ വണ്ടി പുറകെ ചെല്ലും. ഓ, ഇതേതായാലും നല്ലൊരു പരിപാടി കേട്ടോ. ഇത് പിടിച്ചു കയറാനായിട്ടെ. അല്ല, ഇവിടെ കയറില്ല. ആ, അതെ, ഇവിടെ എല്ലാം കമ്പി വെച്ചിട്ടുണ്ടല്ലേ. ഇരുന്നിട്ട് കയറാൻ നേരത്തെ പെട്ടെന്ന് ഒരു തലയ്ക്ക് പിടുത്തമുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിന് മുകൾ ഭാഗത്ത് എത്തിട്ടോ. ഇതേ ആ കാണുന്ന കേട്ടോ, നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ മുന്നിൽ കൂടെ വരുവാണെങ്കിൽ കാണുന്ന ആ സ്ഥലം, ആ ഒരു ടവറൊക്കെ കണ്ട. ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. അതെ, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു കാഴ്ചയില്ലേ രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നത്. അതായത് ഉദിച്ച് വരുന്നതിന് മുമ്പ് ഒരു കാഴ്ച കാണാൻ നമുക്ക് പറ്റിയില്ല. ആണോ, ആൾക്കാരൊക്കെ മുകളിൽ നിൽപ്പണ്ടേ. എല്ലാവരും കയറി വരുന്നത്. ഇവിടെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ. അതെ, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു നിരപ്പിലെത്തി. അങ്ങോട്ടൊന്ന് കയറാം. സൂര്യൻ ഉദിച്ച് വന്നു. സൂപ്പർ ഒരു കാഴ്ച കേട്ടോ, നല്ല പ്രകാശം.
ഈ കുന്നിൻ്റെ മുകളിൽ ഇത്രയും നല്ലൊരു ഇത്രയും നിരപ്പൊക്കെ കാണുന്ന ആരെങ്കിലും ഓർക്കുമല്ലോ. താഴെ നോക്കാൻ നേരത്ത് കൂർത്ത് നിൽക്കുന്ന ഒരു വലിയൊരു മലമുകൾ ആണോ. എല്ലാം ഇരിക്കാനും നല്ല കാറ്റ് കേട്ടോ. രാവിലെ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് ഈ സൂര്യോദയം കാണാനൊക്കെ ആയിട്ട് അതിരാവിലെ വന്നവരുണ്ട്. അല്ല ഇവിടെയൊക്കെ ആ സൂര്യന് വെച്ചിട്ട് വെട്ടം പിടിക്കുന്ന എന്തൊരു കാഴ്ചയല്ലേ രാവിലെ. രാവിലെ ഇങ്ങനത്തെ ഈ നല്ലൊരു കാഴ്ചയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നാലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഏകദേശം ടോപ്പിലെത്തിട്ടോ. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അപ്പുറത്തൊരു കുരിശുണ്ട്. ആ കുരിശിൻ്റെ അവിടെ ചെല്ലണം. കാറ്റുണ്ടേ, നല്ല കാറ്റാ. കാറ്റടിച്ച് ചിലപ്പം പുറകോട്ട് പോകും. അയ്യാ അതുകൊണ്ടോ എന്നെ സൗണ്ട് കേൾക്കാവോ കാറ്റിൻ്റെ. അതുപോലെ ഇവിടുന്ന് ആകാശമൊക്കെ കാണാൻ എന്നാ അടിപൊളിയാന്ന് വെച്ചാൽ മേഘങ്ങൾ മൂടി കിടക്കുന്നു. പിന്നെ ആ നീലാകാശവും ഉണ്ടോ. അതാണ് പിന്നെ കുരിശുപാറ ഉണ്ടോ. അവിടെ ചെല്ലണം കേട്ടോ. ഈ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. ആണ് അവിടെ എല്ലാ ആൾക്കാർ കയറി നടപ്പുണ്ട്. അത് വേച്ച് പോകുന്നുണ്ടേ. ഓ ഭീകര കാറ്റാ. ഇത് കണ്ടോ പുല്ല് നോക്കിയേ, കാറ്റിന്റെ ശക്തി. എന്റെ പൊന്നെ, ഇതുപോലെ ഒരു കാറ്റ് കൊടുങ്കാറ്റാട്ടോ. ആളെ പറപ്പിച്ചോണ്ട് പോകും. നമ്മള് മുന്നോട്ട് ആഞ്ഞില്ലെങ്കിൽ സൈഡിലേക്ക് കൊണ്ടുപോകും. നമ്മൾ കുരിശുപാറയുടെ അങ്ങോട്ടാട്ടോ ഇനി കയറി പോകുന്നത്. നോക്കി ഇവിടെ മൊത്തം ഈറ്റക്കൂട്ടമാണേ. അതിൻ്റെ അടിയിൽ ഒരു പാറ, ഒരു ഗുഹ പോലെ. അപ്പോൾ ഇത് പഴയ കാലത്ത് ഇല്ലിക്കക്കല്ലിലേക്ക് കയറിക്കൊണ്ടിരുന്ന വഴിയാട്ടോ. അതായത് ഇല്ലിക്കക്കല്ലിൻ്റെ മുന്നിലുള്ള ആ സൈഡ് കേടറൊക്കെ കെട്ടി മറച്ചിട്ടില്ലേ, ഉമ്മിക്കുന്നെന്ന് പറയും. അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഈ കല്ലിൻ്റെ അടിയിൽക്കൂടെ ഇറങ്ങി ഇതിലേക്കാണ് മേളിലേക്ക് ഈ കുന്നിൻ്റെ അങ്ങോട്ട് കയറിക്കൊണ്ടിരുന്നത്. അതായത് ഇല്ലിക്കലിൻ്റെ അങ്ങോട്ട് കയറിക്കൊണ്ടിരുന്നത്. നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോഴും ഓരോ സ്ഥലത്ത് വരുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ്. എനിക്ക് ആ സൂര്യനടിച്ച് വരുന്ന ആ പുല്ലിൽ സൂര്യനടിക്കാൻ നേരത്ത് തിളങ്ങുന്ന ആ കാഴ്ച, നമ്മൾ അവിടെ നിന്ന് ആ കുറേ ആൾക്കാരൊക്കെ കൂട്ടം കൂടി നിൽപ്പില്ലേ, അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നേ. അപ്പോൾ അങ്ങനെ ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ആ ഇല്ലിക്കക്കല്ലിൻ്റെ പുറയിലുള്ള കുരിശുപാറയിൽ എത്തിയിരിക്കുക. അങ്ങനെ ഇതാട്ടോ കുരിശുപാറ. സെന്റ് മേരീസ് ചർച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുരിശുപാറ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കാഴ്ചയാണ്. ഉയരം കൂടുന്തോറും കാഴ്ചകളുടെ ഭംഗി അങ്ങ് കൂടി ഒരു രക്ഷയില്ലാതെ ആയിരിക്കുക. ഇവിടെ എല്ലാ ആൾക്കാരും വന്ന് ഇരിപ്പുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുത്തെ ബാക്കി കാഴ്ച നമുക്കൊന്ന് കാണാവേ. കണ്ടോ ഇല്ലിക്കക്കല്ല് നല്ല തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ കാഴ്ച. അവിടെ നിന്നുള്ള മൂന്നാമത്തെ കുന്നുണ്ടോ, അതാണ് ഉമ്മിക്കുന്ന്. നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ മുന്നിൽ കൂടെ വരുവാണെങ്കിൽ ആ കുന്നിൻ്റെ അവിടം വരെ ആട്ടോ വരുള്ളൂ. പിന്നെ പഴയ കാലത്ത് ആ കുന്നിന് താഴേക്കൂടെ ഇറങ്ങിയാണ് ഇങ്ങോട്ടെല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇവിടുന്ന് കാണുമ്പോഴുള്ള ഈ കല്ലിൻ്റെ ഒരു കാഴ്ച ഒരു പരുന്തുംപാറ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം അല്ലേ. അതായത് ഒറ്റ നോട്ടത്തിൽ തലയുയർത്തി ചെറുതായി ചെറുകും വിരിച്ച് പറക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പരുന്തിൻ്റെ വ്യത്യസ്തമായ ഒരു കാഴ്ച പോലെ. അപ്പോ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ എന്തൊരു രസമാണെന്നറിയാം. ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് ഈ ചിളമ്പയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഒരു ഭയങ്കര പ്രകൃതിരമണീയമായ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കേട്ടോ. അതുപോലെ നരകപാലവും ഇല്ലിക്കക്കല്ലും ഉമ്മിക്കൊന്നും കോഴിമോണക്കല്ലും കൊടക്കല്ലും എല്ലാം, പിന്നെ അയ്യാവാള, മലനിരകൾ, ഏലക്കല്ല് എല്ലാം ഇങ്ങനെ കണ്ട് ഇലവിഴ, പൂഞ്ചിറ എല്ലാം നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്കിവിടെ. നേരത്തെ വെള്ളം വന്നോണ്ടിരുന്നു. ഇത് ആ മഴ പെയ്യുമ്പോഴേ ഇതിന്റെ ഇടക്കൂടെ അങ്ങോട്ട് കയറും. എന്നിട്ട് ഇവിടെ ഒരു പാത്തിയോ കാണുന്നത് പണ്ട് കാലത്ത് ഒരു 10-15-20 വർഷം നമ്മൾ മുമ്പേ വന്നപ്പോഴത്തേക്ക്. എന്നിട്ട് ഇവിടുന്ന് ഒരു പാത്തി വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ വെള്ളം കുടിച്ചിട്ട് അതിൽ അങ്ങോട്ട് പോകും. പണ്ടത്തെ വഴി ഇതാ. നമ്മള് അവിടെ നിന്ന് കയറി വരുന്നില്ലേ, മുന്നിൽ കയറി വരുന്ന വഴിതാ പണ്ടത്തെ വഴിയത്. ഇവിടെ നിന്നൊക്കെ എന്ത് വെള്ളം കുടിച്ചിട്ടുണ്ടെന്ന് അറിയോ.
നല്ല അടിപൊളി ശുദ്ധമായ വെള്ളം പിന്നെ അല്ലേ അല്ലേ? ആ ഈ പാറടിക്കുന്നൊക്കെ പാറടിക്കുന്ന വരുന്ന വെള്ളമല്ലേ ഈ വെള്ളമൊക്കെയല്ലേ നമ്മുടെ മീനച്ചിലാറിലെ ഒഴുകുന്ന അത് തന്നെ. ഇപ്പൊ മഴയൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ വെള്ളമൊഴുക്കൊക്കെ ഇതിലൂടെ ചാരി ഇങ്ങനെ വീഴുന്നതാണ് നല്ല രസമായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മള് ഇനി അങ്ങോട്ടുള്ള നല്ല അടിപൊളി ഇനിയും നല്ല കാഴ്ച കേട്ടോ. നമ്മൾ ഇതിന് ഈ പാറയുടെ മുകളിലായിട്ട് നമ്മൾ നിന്ന് ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ചെരുവിക്കടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുക. നരകപാലം അവിടെ കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ വരെ പോകാം എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് കാര്യം കൈകാര്യം ചെയ്യാം. അല്ലെ ഭാവചേട്ടനെ സംബന്ധിച്ച് ഭാവചേട്ടൻ ചിലപ്പോൾ പോയിരിക്കും. പക്ഷെ നമുക്കേ എന്നെ സംബന്ധിച്ച് ഇതിലേക്ക് പോവാം. സൈഡിൽ തിരിച്ചു വരുമ്പോ അവിടെ കയറിയപ്പോഴേ തിരിച്ചു വരുമ്പോൾ കയറിയപ്പോ തിരിച്ചു വരാൻ നേരത്ത് കയറാം. ഈ അപകടമൊക്കെ ഉണ്ടായെന്ന് പറയുന്നത് എവിടെയാണ്? അത് ഇവിടുന്ന് കയറുന്ന നേരത്തെ ഇവിടുന്ന് കയറായിരുന്നു ഇങ്ങനെ അങ്ങനെ കയറുമ്പോഴാണെങ്കിൽ അപകടം കൂടുന്നല്ലേ? നേരത്തെ ആളുകളൊക്കെ താഴെ പോയി എന്ന് പറഞ്ഞ കേട്ടില്ല എനിക്കല്ലേ. ആദ്യം ഈ സൈഡിൽ കൂടെ കയറി പോകാൻ നേരത്താട്ടോ. ശ്രദ്ധിച്ച് കയറി പോവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പോരണം അല്ലെങ്കിൽ പ്രശ്നം. അതെ ഇവിടെ താഴേക്ക് നല്ല തൂക്കായ സ്ഥലം അല്ലേ? അതെ ഈ എനിക്ക് വന്ന് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തീയൊക്കെ കയറി കാരണം തീ കയറി കഴിഞ്ഞാണല്ലോ കുറച്ച് ഡേഞ്ചർ തോന്നിക്കും. കാരണം ഇപ്പൊ ഈ പുല്ലെല്ലാം നിൽക്കുന്നുണ്ടല്ലേ. നമുക്ക് അത്രയും തീരാശ തോന്നിക്കുന്നില്ല. ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ അതായത് ഇവിടെ കുത്തിയിരുന്നിട്ടൊക്കെ നല്ല കാറ്റുണ്ട്. നല്ല കാറ്റാ. ഇരുന്നിരുന്ന് വന്നാലും മതി. കുറച്ച് കൂടുതൽ നോച്ചാൽ മതി. ഇതാണ് നരകപാലം കുറച്ച് അപ്പുറത്തല്ലേ? ഇതുപോലെ രണ്ടാമത് നരകപാലമായിട്ട് കൂട്ടാം. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? ഞങ്ങളെ ഇറങ്ങിയിട്ട് പിടിച്ചാൽ മതി. ഞങ്ങള് പണ്ട് കാലത്ത് ഈ സൈഡിൽ കയറിപ്പോയിട്ടുണ്ട് മേളിലേക്ക്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതാണ് ഈ അപകടം ഉണ്ടായെന്ന് പറയുന്നത്. ഇതാണോ അപകടം ഉണ്ടാകുന്ന? ഇതിന്റെ മണ്ണിന്ന് പോകും, അതിന്റെ കാട്ട് വീഴും. ഇവരും അങ്ങോട്ട് പോട്ടെ. പോട്ടെ. വഴി കൊടുക്കുക. ഇവിടുന്ന് പോയിട്ടാണ് താഴെ അതല്ലേ? ഇവിടെ നിന്നൊക്കെ ആള് താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിക്കൂടെ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ 5 അടി 3 അടി വീതി പോലും ഇല്ല. ശരിക്കും ഒരു നടപ്പുവഴിയുടെ വീതി പോലും ഇല്ല ഇവിടെ. ഭയങ്കര ഡേഞ്ചർ ആട്ടോ. ജിയോ സാറേ, എന്തോ നേരത്തെ നമ്മള് ഇതുവഴിയായിരുന്നു വരാൻ പറ്റാത്തവർക്ക് ഇതുവഴിയായിരുന്നു വഴി കിടക്കുന്നത്. ഇത് ഈ ഒരു ചാലുള്ള ഇതിലൂടെ കയറി ഇങ്ങനെ കയറും. അതിക്കൂടെ ഇറങ്ങി എന്നാലും ഈ കുന്നിന് മുകളിൽ കയറണം അല്ലേ? ഈ കുന്നിന് മുകളിൽ കയറണം. ഇത് ശരിക്കും പറഞ്ഞ രണ്ടാമത് നോക്കിയോ എന്നാ തൂക്കാന്ന്. തൂക്കെന്ന് പറഞ്ഞാൽ 1.5 തൂക്കാം. ഇതിന്റെ താഴെ അടുക്കാം. ഇത് ഇവിടുന്ന് തൊട്ട് അടുക്കാം അല്ലേ? പണ്ട് നമ്മൾ അടുക്കത്തിന് കയറി വരുന്ന ഈ ഇല്ലിക്കലോട്ട് കയറി വരുന്ന ഒരു വഴിയുണ്ട്, ഈ കാണുന്ന കാനത്തിൽ കൂടെ. പക്ഷെ അതിങ്ങനെ കയറിയിട്ട് നമ്മൾ അപ്പുറത്ത് കുറിച്ച് പാറയില്ലേ, അതിന്റെ അവിടെ ചെല്ലും. ഈ ഇതാ കാണുന്ന കല്ലിന്റെ ഇടയിലൂടെ ഇങ്ങനെ കയറി പോകും. ഈ ഗുഹ എന്താ പറയുന്നത്? ഗുഹ പോലെ ഗുഹ അത് ഫ്രണ്ടില്ല. അതിന്റെ അവിടെ അല്ലേ? ബാലൻസ് വേണം. നല്ല കാറ്റുണ്ട്. അയ്യോ ഭയങ്കര കാറ്റാണ്. പിടിച്ചു പോകണം കേട്ടോ. ഞാൻ ഏതായാലും പിടിച്ചാ പോകുന്നുള്ളൂ. പിടിച്ചോ അല്ലെ ശരിയാ. ശ്രദ്ധിച്ചു വരണം. ഇവിടെ ഇറങ്ങിയിട്ട് പിടിച്ചാൽ മതി. വീണ്ടും ചങ്കരം തെങ്ങയിലായി. വീണ്ടും ചെറിയൊരു കുന്ന്. ഇതിപ്പോ ഈ പുല്ലുകൾ ഇങ്ങനെ നിൽക്കുന്നോണ്ടാണ് അധികം ഡേഞ്ചർ അല്ലാത്തത്. അതല്ലേ? ഇത് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പേടി പോകും. ഏതായാലും വരുവാണെങ്കിൽ ഈ മാസം വന്നോളാം. അത് കഴിഞ്ഞപ്പോ നടപടിയില്ല. എല്ലാം ഉണങ്ങി കത്തിയെല്ലാം പോവും. ഇപ്പോൾ തന്നെ ചെറിയ കളറൊക്കെ മാറാൻ തുടങ്ങിയല്ലേ? അതെ, വെയിലിന്റെ ചൂടെ 2-3 കുറച്ച് ദിവസം മഴയൊന്നുമില്ലായിരുന്നല്ലോ. പുല്ലിന്റെ ആയുസത്തെ തീരാറായി. ഇതെല്ലാം വകാതായ ഗർഭം. ഇതിലേ വേണമെങ്കിൽ ഇറങ്ങി പോകാം. ഇതിലൂടെ ദിവസം ഇറങ്ങണ്ട. അതിനറിയോ? ഞാൻ ഇറങ്ങുന്നില്ല. ഭയങ്കര ഇറക്കം. ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ. അത് ഇറങ്ങി ശരിയാവില്ല. അപ്പോൾ അങ്ങനെ നമ്മള് ആദ്യം കയറിയ മല എന്ന് പറയുന്നത് ഈ പുറകിൽ കാണുന്ന കേട്ടോ. അതിന്റെ അടിയിൽ നിന്ന് ഇറങ്ങിയാണ് നമ്മൾ ഈ നഗരപാലത്തിന്റെ മുകളിൽ എത്തിയിരിക്കുന്നത്.
അതാണ് ഇല്ലിക്കക്കല്ല് കുറച്ചും കൂടി അടുത്ത് നമ്മൾ കണ്ടേ. ഇതിന്റെ താഴെയായിട്ട് കേട്ടോ നരകപാലം. ഈ കാണുന്ന വഴിയൊന്നും കേട്ടോ നരകപാലം അറിയാം. ബാവച്ചേട്ടൻ അങ്ങ് ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. അല്ല ഇവിടെ ഇറങ്ങിയാൽ ഇറങ്ങണ്ട. ഭീകര ഗവിയാണേ. എന്നാ അതെ ഇവിടെ മുഴുവൻ മണൽ കിടക്കോടാ, തെന്നി കാനം പോലെ കിടക്കുക. അയ്യോ ഇവിടെ വീഡിയോ വഴി ഇങ്ങോട്ട് പോരെ. ഈ സൈഡ് മൊത്തം കിട്ടും. ഈ സൈഡ് മൊത്തം കിട്ടുമല്ലേ? ഞാൻ ഇറങ്ങി വരാം. ഇവിടെ നോളെ ഇവിടെ നോയേ. ഇത് ഇവിടെ ചവിട്ടരുത്, മുഴുവൻ മണലാണേ. മണ്ണല്ലേ? ഇവിടെ അവിടെ ഇരുന്നെങ്ങാനും പിടിക്കും. കൂട്ടുകാരെ ഇതാട്ടോ നരകപാലം. ഇതുകൊണ്ടാ ഈ പോകുന്നതാണ് നരകപാലം എന്ന് പറയുന്നത്. ശരിക്കും അതൊരു നരകപാലം തന്നെയാണ്. ആ നരകപാലം അത് ചെല്ലുന്ന നോക്കി ആ ഇല്ലിക്കല്ലിന്റെ തൊട്ട് പുറകിൽ തന്നെ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ വരണോട്ടോ. ശരിക്കും ഇല്ലിക്കല്ലിനെ അടുത്ത് കാണണമെങ്കിലും അടുത്തറിയണമെങ്കിലും നമുക്ക് ചോനമല വരണം. ചോനമല വന്ന് ആ മല കയറാൻ എല്ലാവരും തയ്യാറാണെങ്കിൽ ഈ അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മള് ഇതിന്റെ താഴേക്ക് ഇറങ്ങാനൊന്നും നമ്മൾ തയ്യാറാവുമൊന്നും വേണ്ട കേട്ടോ. ഭയങ്കര അപകടമാണ്. ഇവിടുന്ന് പോയാലുണ്ടല്ലോ ഇത് കണ്ടോ ഒരു സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിന്റെ താഴേക്ക് പിന്നെ ഇറങ്ങത്തില്ല അല്ലെ? അതിൽ ഇറങ്ങത്തില്ല അല്ലെ? ഇവിടെ ഇറങ്ങാൻ ഭയങ്കര റിസ്ക്. അയ്യോ എവിടെയായിരുന്നു ഇറങ്ങി പോകുന്നത്? അതല്ലേ ഇത് ഇറങ്ങി പോകുന്നത്. ബാബുച്ചേട്ടനൊക്കെ നേരത്തെ ഇറങ്ങി വന്നത് കാണുന്ന വലിയ ആ കല്ലിന്റെ കോഴിമണക്കല്ലേ? കോഴിമണക്കല്ലെന്ന് പറയുന്നത് ഒരു 5-6 പീസ് അടിക്കുന്നത്. അതിന്റെ മേളിൽ കയറിയിരുന്നു. നമ്മളെ തമ്മിച്ചല്ലേ ചീട്ടില് അവരെല്ലാം ഇവിടെ കയറുന്ന. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇതൊക്കെ കാണാൻ നേരത്ത് എന്റെ കാല് ഇപ്പോൾ തന്നെ ഇരുന്ന് തറയ്ക്കുന്നുണ്ട്. ഭയങ്കര കാറ്റും. നോക്കി നിന്നില്ലെങ്കിൽ കാറ്റ് കൊണ്ടുപോകും. അതിലെ താഴെ മങ്കമ്പ്, 5 കുടിയാറ്, ഇരാറ്റുപേട്ട, അതുപോലെ വെള്ളറ, നെല്ലാപ്പാറ, മേച്ചാല്, വാളകം എല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാട്ടോ. അതുപോലെ ഇലവിഴ, പൂഞ്ചിറ, ഈ മലനിരകളൊക്കെ നോക്കി. കോട്ടയം ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഒരു അത്ഭുത സസ്യമായ നീലക്കൊടുവേലി ഉണ്ട് എന്ന് പറയപ്പെടുന്നതുമായ നമ്മുടെ ഇല്ലിക്കക്കല്ലിലേക്കുള്ള നരകപാലത്തിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ വളരെ ക്ഷമയോടുകൂടി മാത്രം യാത്ര ചെയ്യുക. അപകടങ്ങൾ അനവധി സ്ഥലങ്ങളിൽ പതിയിരിക്കുന്നുണ്ട്. ആരും അതിൽ അകപ്പെടാതെ വളരെ താഴ്മയോടുകൂടി മാത്രം ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. നല്ലൊരു സഞ്ചാരിയെപ്പോലെ വന്ന് ഇവിടെ കടന്നു പോവുക. നല്ല ശക്തമായ കാറ്റുണ്ടേ. അതുകൊണ്ടോ കോഴിമോണക്കല്ല് നിൽക്കുന്നത് അവിടെ എത്ര പീസായിട്ടാണ് ഇത് നിൽക്കുന്നതെന്ന് നോക്കി. അത് 1, 2, 3 പീസായിട്ട് നിൽക്കുന്നത്. പിന്നെ അതിന്റെ അടിയിലെല്ലാം ഇത് കല്ല് വിണ്ട് ചെറിയ പീസുകളായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും ഇതൊക്കെ താഴെ പോവോ? അപകടം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഈ വർഷങ്ങൾ പഴക്കം കൊണ്ട് എന്തും സംഭവിക്കാം. ശരിക്കും ഇവിടെ ഒന്ന് കണ്ട ശരിക്കും ഭീകരാവസ്ഥ തന്നെയാട്ടോ. ഇതിന്റെ ഈ നെൽപ്പ് കണ്ട ഇത് നമുക്ക് അടുക്കത്തിനാണോ 5 കുടിയാറിനാണോ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതിക്ക് മുമ്പ് ഞാൻ ഈ അടുക്കത്തിന്റെ 5 കുടിയാറിന് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഇവിടുത്തെ ഈ നരകപാലം കാണണം എന്നുള്ളത്. അത് ഇന്ന് ഏതായാലും സാധിച്ചു. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബാബുച്ചേട്ടൻ നേതൃത്വം നൽകി. മണിക്കുട്ടൻ, നമ്മുടെ 2 കൂട്ടുകാരൊന്നും ഇല്ല കേട്ടോ. അവർക്ക് വേറെ പരിപാടികളുള്ളതുകൊണ്ട് അവർക്ക് വരാൻ സാധിച്ചില്ല. ഇതിന്റെ അടികൊട്ടൊരു വഴി അതല്ലേ? അപ്പം ഈ ഉമ്മുക്കുന്നേന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരുന്ന വഴി, പഴയകാലത്തെ വഴി എന്ന് പറയുന്നത് ഈ കുന്നിന്റെ ആ സൈഡിൽ കൂടി കേട്ടോ. തൂക്കായ സൈഡിൽ കൂടിയാ. അതുണ്ടോ? അതിന്റെ അടിയിൽ ഭയങ്കര കാനമാണേ. അതുണ്ടോ? ഈറ്റക്കാട്. ഈറ്റക്കാടല്ലേ? അതിൽ കൂടി ആയിരുന്നു പഴയ വഴി. അപ്പൊ ഈ വഴിയൊക്കെ വന്നിട്ട് ഈ ചോനമല വഴി വന്നതൊക്കെ ഒരു 5-6 വർഷത്തിൽ കൂടുതൽ ആയിട്ടില്ല. പാറയുടെ ഇടുക്കിന്നൊക്കെ ആളുകൾ താഴെ പോയിട്ടുണ്ടേ. അപ്പോൾ ഇതിക്കടെ നടക്കുന്നവരെല്ലാം സൂക്ഷിക്കണം. ഇവിടെ വരുന്നവരെല്ലാം നമ്മൾ ശരിക്കും ഒരു അഡ്വഞ്ചറാണ്, റിസ്കി ട്രിപ്പാണിത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഇത്രയും സേഫായിട്ട് വന്ന് ഇറങ്ങിപ്പോയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ നമ്മൾക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ. ഞാൻ നിൽക്കുന്നതിന്റെ താഴേക്കൂടെ ഒരു നടന്നു നോക്കി.
അവര് താഴേക്കടി, ഞാൻ മുകളിലേക്കടി. കൂട്ടുകാരെ, അപ്പോൾ ഞാനിനി ഒരു അടിപൊളി കാഴ്ച ഒന്ന് കാണിച്ചു തരട്ടെ. നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന ആ സ്ഥലം, അങ്ങനെ നമ്മൾ ആ വണ്ടി ഇട്ടിട്ട് അവിടെ നിന്നുള്ള യാത്ര ആരംഭിച്ച് നമ്മൾ കയറി വന്ന ആ സ്ഥലങ്ങൾ നോക്കി. അവിടെ ഈ പാറയുടെ താഴേക്കിടെ ആ തൂക്കായ സ്ഥലങ്ങളിൽ കൂടി ഇതുകൊണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നത്. അതിക്കടെ നടന്നു കയറിയാണ് നമ്മൾ ഈ മലമുകളിലെത്തിയത് കേട്ടോ. ശരിക്കും നമ്മൾ നടന്നു വരാൻ നേരത്ത് ഇത്രയും വലിയൊരു കുന്നിൻ മുകളാണ് നമുക്ക് മുകളിലേക്ക് കയറി വരുന്നത് നമുക്ക് തോന്നൂല കേട്ടോ. പക്ഷെ ഇതിന്റെ മുകളിൽ നോക്കാൻ നേരത്താണ് നമ്മൾ കയറി വന്ന വഴിയും അപ്പോഴാണ് ഇതിന്റെ ആ ഭീകര കാഴ്ച നമുക്കൊന്ന് മനസ്സിൽ തട്ടുന്നത്. ഈ വഴിയാണല്ലോ നമ്മൾ കയറി വന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന പഴവും ബ്രെഡും ഞങ്ങൾ അത് മാത്രം കഴിക്കാൻ പറ്റി. ഏതായാലും പറന്നു പോവാം. ഈ കാര്യത്ത് ബ്രെഡല്ല, പഴം വരെ പറന്നു കൂട്ടോ. മണിക്കൂട്ടാ നീ വിളിച്ചു കേട്ടോ. ചോനമലയുടെ കാഴ്ചകൾ സഞ്ചാരികളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വളരെയധികം സഞ്ചാരികൾ വന്നുകൂടുന്ന ഒരു പുതിയൊരു സ്ഥലം. അധികം നാളുകളൊന്നുമായില്ല ഇതൊക്കെയൊന്ന് ഇവിടെ വൈറലായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ മുകളിലെല്ലാം കണ്ട് താഴെ ഇറങ്ങി വന്നിട്ടോ. നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇതെത്തി. എന്താ വണ്ടികളെ കിടക്കുന്നത് നോക്കി. ഞങ്ങൾ പോയപ്പോൾ ആകെ 5-8 വണ്ടികളാണ് ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, വണ്ടികൾ ഒരു മേളം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലെല്ലാം കണ്ടിട്ട് താഴെ വന്നിട്ടോ. അതെ, ഇതാണ് നമ്മൾ കയറിപ്പോയ വഴി. അതെ, ബാബുച്ചേട്ടൻ മണിക്കൂട്ടം പറയാൻ വരുന്നുള്ളേ. പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് കയറി പോകുന്നത് പ്രായമായവരും കുട്ടികളായിട്ട് കയറി പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാന്ന് വെച്ചാൽ അവർക്ക് കയറിപ്പോകാൻ, കുട്ടികളെ കൊണ്ട് കയറിപ്പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പ്രായമായവർക്കും കയറിപ്പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ വഴികളൊക്കെ കണ്ടല്ലോ, അതാണ് അവസ്ഥ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊരു യാത്ര ചെയ്യുവാണെങ്കിൽ നല്ലൊരു ട്രെക്കിംഗ് അനുഭവം, നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ട്രെക്കിംഗ് അനുഭവമായിരിക്കും നമുക്ക് ഈ ചോനമല കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് മഴക്കാലമായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറാൻ വരരുത്. പിന്നെ ഏകദേശം ഇനി ഒരു ജനുവരി ഫെബ്രുവരിയോട് കൂടി ഈ പച്ചപ്പുകളൊക്കെ അങ്ങ് മങ്ങൂട്ടോ. പിന്നെ ഇവിടെയൊക്കെ തീ കയറിയാൽ പിന്നെ വേറെ കാഴ്ചകൾക്കൊരു ഭംഗിയൊന്നും കാണുകയില്ല. അനേകം ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കയറിയിട്ട് ഇറങ്ങി വന്ന മല കേട്ടോ, കാണുന്ന അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ പോയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്കി വശമായ ചോനമലയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അടുത്ത നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുന്ന സഞ്ചാരികൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. വലിയ വാഹനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരത്തില്ല. അതായത് വരുന്ന വഴിക്കൊക്കെ ചെറിയ ഹമ്പുകളുണ്ട്. ഇവിടെ തിരിക്കാനുള്ള സൗകര്യങ്ങളില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നല്ലൊരു സഞ്ചാരിയായി മാത്രം കടന്നു വന്ന് ഇവിടെ വേസ്റ്റുകളൊന്നും നിക്ഷേപിക്കാതെ, ഇവിടെ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട്, എന്തെങ്കിലും പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മാത്രം നിക്ഷേപിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണേ.